നമസ്കാരമുണ്ട്. ഇന്ന് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തി ബന്ധപ്പെട്ടിട്ട് നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട്. അതിലൊരു വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ MLA-മാരും തന്നെ സഭക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ മെയിൻറ്റ് ചെയ്തില്ല. ഒരാൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്തെത്തി ഒരു കുശലാന്വേഷണം പോലും നടത്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ 4 MLA-മാർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്തെത്തി കുശലം പറയാനും കൈ കൊടുക്കാനും എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യാനും മുസ്ലിം ലീഗിൻ്റെ MLA-മാർ തയ്യാറായി എന്നുള്ളൊരു വാർത്ത എന്ന് വന്നിട്ടുണ്ട്. അത് അസ്വാഭാവികതയൊന്നുമില്ല. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർ, സ്ത്രീകളെ ആക്രമിക്കുന്നവർ, ലൈംഗികപരമായി പീഡിപ്പിക്കുന്നവരെ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാ കാലത്തും മുസ്ലിം ലീഗിൻ്റെ ഒരു നയമാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധ പക്ഷം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ യാതൊരുവിധ മടിയുണ്ടാവില്ല. അവിടെ രാഷ്ട്രീയം അതിനെ എതിർക്കുന്നില്ല. എക്കാലത്തും സ്ത്രീ വിരുദ്ധതയും സ്ത്രീകൾക്കെതിരായിട്ട് അത് സാമൂഹ്യ മാധ്യമത്തിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ അവരെ അധിക്ഷേപിക്കുന്നവരെ, അവഹേളിക്കുന്നവരെ, അവരെ കായികപരമായി ആക്രമിക്കുന്നവർ, ഇവർക്ക് എല്ലാം മുസ്ലിം ലീഗ് എല്ലാ കാലത്തും പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു സെക്ഷൽ പെർവേർട്ടിനെ സഭക്കകത്ത് പോയിട്ട് പിന്തുണക്കാൻ മുസ്ലിം ലീഗുകാർ തയ്യാറായത്. അതുമാത്രമല്ല, ഇതേപോലെ തന്നെയാണ് സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആയിട്ടുള്ള ആളുകളെല്ലാം മുസ്ലിം ലീഗ് നേതാക്കന്മാരെല്ലാം അനധികമായിട്ട് സ്വത്ത് സമ്പാദ്യം ഉണ്ടാക്കിയവരെല്ലാം സംരക്ഷിക്കും. PK ഫിറോസിൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടതല്ലേ. എല്ലാ പിന്തുണയും മുസ്ലിം ലീഗുകാർ കൊടുക്കും. കാരണം ആ പിന്തുണ അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുക്കുന്നത്. ഇപ്പുറത്ത് PK ഫിറോസ് പോലെയുള്ള ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ വരിയായിട്ട് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ആ രീതിയിൽ പിന്തുണ കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് ഇപ്പുറത്ത് സാമ്പത്തിക തട്ടിപ്പിൽ കേസിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പിന്തുണ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും വലിയ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന സെക്ഷൽ പെർവേർട്ടായിട്ടുള്ള ഒരു MLA-നെ സോഷ്യൽ മീഡിയയിൽ പിന്തുണച്ചുകൊണ്ട് വലിയൊരു വിഭാഗം സൈബർ വെട്ടുകളികളെ നിങ്ങൾ കാണുന്നില്ലേ? ആ വെട്ടുകളികളുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസ് ആയിട്ടുള്ള ആളുകളാണ് ഇന്ന് നിയമസഭക്കകത്ത് പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുത്തിട്ടുള്ളത്. ഇതിൽ യാതൊരുവിധ അസ്വാഭാവികതകളില്ല. ഇതാണ് മുസ്ലിം ലീഗ്, ഇതാണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം.